ഹലോ ഗായ്സ്, ഇന്ന് അനിയൻ വന്നിട്ട് പറഞ്ഞു, ചേച്ചി പുറത്തുനിന്ന് ആക്കിയല്ലോ ഫുഡ്, എൻ്റെ വക ട്രീറ്റ് തന്നു. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, പുറത്തുനിന്ന് തന്നെ ആക്കാം ഫുഡ് എന്ന് വിചാരിച്ചു. ഞങ്ങൾ അൽഫാം മന്തി കേട്ടോ എപ്പോഴും കഴിക്കുക. ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് മന്തി. പക്ഷേ അനിയത്തിക്ക് ഇത്ര ഇഷ്ടമല്ല. അവൾക്ക് എന്തോ ഈ കോഴീനോട് ഭയങ്കര വെറുപ്പാണ്. അവളെ കഴിഞ്ഞ ജന്മത്തിൽ ഏതോ കോഴി തേച്ചു തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബൈക്കൊക്കെ എടുത്ത് നൈറ്റാട്ടോ പോയേ. പിന്നെ പോണ വഴിക്ക് നമുക്ക് പരിചയമുള്ള ഒരു കുട്ടി വണ്ടി ഓഫായിട്ട് കുറേ ദൂരമായിട്ട് തള്ളിക്കൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം ഒന്ന് കിക്കറടിക്കാനൊക്കെ ഒന്ന് കൂടി. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്തു, പിന്നെയും പോയിട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആദ്യം അനിയത്തിയുടെ വിശപ്പടക്കാം. അപ്പോൾ പിന്നെ അവൾക്ക് എന്തെങ്കിലും മന്തി കഴിക്കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അവൾക്ക് ഫ്രൈഡ് റൈസ് ആട്ടോ വാങ്ങിച്ചത്. ആ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫ്രൈഡ് റൈസും കൂടി ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. പക്ഷെ മന്തിക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ കഴിച്ചില്ല. പിന്നെ അനിയനൊരു ലെമൺ ജ്യൂസൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അവൻ അപ്പോഴേ ചോദിച്ചത് നിങ്ങൾക്ക് വേണമെന്ന്. അപ്പോൾ ഞങ്ങൾ വലിയ പോസ്റ്ററിട്ട് പറഞ്ഞു വേണ്ടാന്ന്. പക്ഷെ അവനേക്കാളും ഉള്ളു കുടിച്ചത് ഞങ്ങളാണ്. കാരണം ഈ ഫ്രൈഡ് റൈസ് നോക്കി നോക്കിയത് ഞങ്ങൾക്ക് വയ്യാണ്ടായി. പിന്നെ ഞങ്ങളുടെ സ്ഥലത്തെത്തി, സൂഫി മന്തിയിലെത്തി. തൃശ്ശൂർ വരികയാണെങ്കിൽ എന്തായാലും മന്തി കഴിക്കണമെങ്കിൽ എന്നുള്ള സൂഫി മന്തിയിലത്തെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല മന്തിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ മന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, കുറേ ചളിയൊക്കെ അടിച്ചു. നല്ല ഹാപ്പി ആയിരുന്നു ട്രിപ്പ്. കുറേ നാളായിട്ടുണ്ട് ഞങ്ങൾ ഏകദേശം ഇങ്ങനെ ഒരുമിച്ച് പോയിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് പോലെ ഞങ്ങൾ 4 പേരായിട്ട് കുറവായിരിക്കും മിക്കവാറും. പിന്നെ മന്തിയൊക്കെ എത്തി, മന്തി കഴിച്ചു. പിന്നെ ഞങ്ങൾ പെരി പെരി കഴിക്കാമെന്നാണ് വിചാരിച്ചത് ഗൈസ്. പക്ഷെ പെരി പെരി ഉണ്ടായിരുന്നില്ല, പെരി പെരി കഴിഞ്ഞു. അതിന് ഞങ്ങൾ കുറേ ആളെ ചീത്ത പറഞ്ഞു, നീ കാരനാണ് ഇല്ലാണ്ടായെന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മാസം ശമ്പളത്തിൽ ഞങ്ങൾ വാങ്ങിച്ച 2 പെപ്സിയിലത്തെ ഒരു പെപ്സിയുടെ പൈസ ബില്ലിൽ ഇട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു അവിടുത്തെ വലിയ ചർച്ചാ വിഷയം. ഞങ്ങളതിനെക്കുറിച്ച് കാര്യമായി ചർച്ച ചെയ്തതിന് ശേഷം ഞങ്ങൾ അന്നത്തെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. അങ്ങനെയായിരുന്നു. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബായ്, അടുത്ത വീഡിയോയിൽ കാണാം.